രീതിയിലുള്ള കെട്ടിടങ്ങളെ മസ്ജിദ് എന്ന് വിളിക്കരുതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മഹാകുംഭമേള നടക്കുന്ന പ്രദേശത്ത് നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ആദിത്യനാഥ് ഈ പ്രസ്താവന നടത്തിയത്. സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമാധാനപരമായി തിരികെ നൽകണമെന്നും അതിൽ തർക്കമുണ്ടാകരുതെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. അത്തരം തർക്കങ്ങൾ ഉള്ളയിടങ്ങളെ പള്ളി എന്ന് വിളിക്കുന്നതിന് പകരം തർക്കമന്ദിരം എന്ന് വിളിക്കണമെന്നും യോഗി പറയുന്നു. ഇന്ത്യയിൽ എഴുതപ്പെട്ട എല്ലാ പുരാണങ്ങളും AD 3500-നും 5000-നും ഇടയിൽ രചിക്കപ്പെട്ടതാണ്. ഇവ രചിക്കപ്പെടുന്ന സമയത്ത് ഈ ഭൂമിയിൽ ഇസ്ലാം മതം ഇല്ലായിരുന്നു. സനാതനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്ലാം ഇല്ലാതിരുന്ന കാലത്ത് ജുമാ മസ്ജിദ് എവിടെ നിന്നാണ് വന്നതെന്നും വിഷ്ണുവിന്റെ ക്ഷേത്രം പൊളിച്ചു മാറ്റിയാണ് പള്ളി പണിതതെന്ന് ഐൻ-ഇ-അക്ബരിയിൽ പരാമർശിക്കുന്നുണ്ടെന്നും യോഗി പറയുന്നു. ശ്രീഹരി വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരം സംഭലിൽ ജനിക്കാൻ പോകുന്നു. നമ്മുടെ പുരാണങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വിഷ്ണുവിന്റെ ഏതവതാരം എപ്പോൾ വരുമെന്നും എഴുതിയിട്ടുണ്ട്. അതിൽ സംഭലും ഉൾപ്പെടുന്നുണ്ട്. ഇക്കാലത്ത് സംഭലിൽ കാണുന്നതെല്ലാം സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇതിനുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും മതത്തെ വ്രണപ്പെടുത്തി ഒരു പള്ളി പോലെ നിർമ്മിച്ചു നടത്തുന്ന ആരാധന ദൈവത്തിന് സ്വീകാര്യമല്ല എന്നത് ഇസ്ലാമിലും സത്യമാണ്. ഇസ്ലാമിൽ ആരാധനയ്ക്ക് ഒരു ഘടനയും ആവശ്യമില്ല. അത് സനാതനത്തിലാണ്. ഈ കാര്യത്തിൽ ഒരു പിടിവാശിയും ഉണ്ടാകാൻ പാടില്ലെന്നും പുതിയൊരു ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണിതെന്നും യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസ്താവനയിൽ പറയുന്നു.